ഹായ് ഹലോ, എബീസ് വേൾഡിൻ്റെ ഒരു സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ പള്ളിയിൽ പോകാനുള്ള ഒരു തിരക്കിലായിരുന്നു കേട്ടോ. ഞങ്ങൾ 3 പേരും പള്ളിയിൽ പോകുക മാത്രമല്ല, കുറേ നാളായി അമ്മച്ചിയെ ഒന്ന് കാണാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചേട്ടൻ്റെ അമ്മച്ചിയാണേ, ഉച്ചക്കടയാണ് അമ്മച്ചിയുടെ വീട്. അപ്പോൾ അമ്മയും കുറേ നാളായിട്ട് അവിടെയാണ് അമ്മച്ചിയെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ്, അതുകൊണ്ട് തന്നെ അവർ 2 പേരെയും കാണാനായിട്ട് ഇന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനും കൂടെ വരുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെ പള്ളിയിലോട്ട് പോയായിരുന്നു. പള്ളിയിൽ പോയി ആരാധനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്, അതായത് ഉച്ചയായ സമയത്ത്. ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉച്ചക്കട വരെ പോകാനായിട്ട് അരമണിക്കൂർ മതിയാവും. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് വരാൻ നല്ല ലേറ്റ് ആവും. അതുകൊണ്ട് തന്നെ അവരോട് നേരത്തെ ഇറങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ താമസിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ പള്ളിയിൽ ആരാധനയ്ക്ക് പോയ സമയത്ത് എവിടെ ടീച്ചറൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനാണ് സൺഡേ സ്കൂൾ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പള്ളി വിട്ട് വന്ന ഉടൻ തന്നെ അവനെ കളിക്കാൻ കൂട്ടാനായിട്ട് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നു. അപ്പോൾ അവനെ ഇവിടെ ഞങ്ങൾ നിർത്തിയിട്ട് ഞാനും ചേട്ടനും മാത്രമാണ് ഉച്ചക്കടയിലോട്ട് പോയത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അമ്മയ്ക്കായിരുന്നില്ല, അമ്മച്ചിക്കായിരുന്നു നമ്മളെ കണ്ടപ്പോൾ. അമ്മച്ചിക്ക് അറിയാം, ഒരാളെ കണ്ടിട്ട് ഇയാളാണെന്ന് പറയാനായിട്ട് അമ്മച്ചിക്ക് അറിയത്തില്ല. അത്രയ്ക്കുള്ള ഇതില്ല കേട്ടോ. അമ്മച്ചിക്ക് ഇപ്പോൾ 96 വയസ്സെന്ന് തോന്നുന്നുണ്ട്. 96 97 വയസ്സായിട്ടുണ്ട് അമ്മച്ചിക്ക്. അത്രയും വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് ഇതേ വേഷത്തിലാണ് കേട്ടോ ഉച്ചക്കട പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് ഫുഡൊക്കെ ആക്കി വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചതിന് ശേഷം എബി അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ വിട്ടതിന് ശേഷമാണ് ഞാനും ചേട്ടനുമായിട്ട് ഉച്ചക്കട പോയത് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഉച്ചക്കട പോയിട്ട്, കാരണം കഴിഞ്ഞ മെയ്യിലാണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ പോയത്. അതിനുശേഷം ഇടയ്ക്ക് ഫോൺ വിളിച്ച് കാണുമെങ്കിലും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജൂണിലോ ജൂലൈയിലോ എന്തോ പോകാനിരുന്ന സമയത്താണ് ചേട്ടൻ ഹോസ്പിറ്റലിലായി. പിറ്റേ മാസം ഞാൻ പനിയായിട്ട് കുറച്ച് നാൾ കിടന്നു. പിന്നെ അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞ സമയത്ത് അമ്മച്ചിയെ കാണാൻ, ആ സമയത്ത് അമ്മച്ചി തീരെ വയ്യാതിരുന്ന സമയത്ത് അമ്മച്ചിയെ കാണാൻ പോകണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞാൻ വയ്യാതായി കിടന്നത്. പിന്നെ അങ്ങോട്ടേ പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതാണ് ഉച്ചക്കട വീട് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് അമ്മച്ചിയുടെ 2 മക്കളും താമസിക്കുന്നത്. അപ്പോൾ മൂത്ത മാമൻ്റെ വീട്ടിലാണ് അമ്മച്ചി കിടക്കുന്നത്. രണ്ടാമത്തെ മാമൻ്റെ വീടും തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് അമ്മയും അച്ഛനും ഞങ്ങളുടെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. അമ്മയും അച്ഛനും ആദ്യമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അവർ ഇതുവരേക്കും അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ അവർക്ക് വഴി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ തീരെയും അവരോടൊപ്പം പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വന്ന ഉടൻ തന്നെ കുടുംബശ്രീ ആയിരുന്നു കേട്ടോ. കുടുംബശ്രീ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്നു. അവർക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ സ്നേഹ ബിരിയാണി കൊണ്ടുവന്നു കേട്ടോ. ബീഫ് ദം ബിരിയാണി കൊണ്ടുവന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഇത് പിറ്റേന്നത്തെ വിശേഷമാണ് കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഒരു കുഞ്ഞു പാത്രം നിറയെ വെള്ളം കുടിച്ചു കേട്ടോ. ഇപ്പം ഞാൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രാവിലെ തന്നെ ഒരു കുഞ്ഞു പാത്രം നിറയെ ചൂടുവെള്ളം ആദ്യം തന്നെ കുടിച്ചു. പിന്നെ ബാത്റൂമിൽ എന്തോ ഒരു സംഭവം പറയണം കേട്ടോ. ഹാൻഡ് ഷവറിൻ്റെ കാര്യം എന്താണെന്ന് തോന്നുന്നു. ചേട്ടാ എന്നെ പറ്റി എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ അടുത്ത്. പിന്നീട് ചായ ഇട്ട് കേട്ടോ. നല്ല ഇഞ്ചി ചായയാണ് ഇട്ടത് കേട്ടോ. ഇഞ്ചി ചായയൊക്കെ ഇട്ട് എബിക്കുള്ളത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ 2 പേരും അത് കുടിച്ചു. അതിനുശേഷം ഇന്നത്തെ കുക്കിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ അങ്ങ് നിന്ന് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. അതും ഫുഡൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് നിന്നു. ഇത് കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അപ്ലോഡ് ചെയ്യാനൊക്കെ മറന്നുപോയി. കുറേ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ പറയാം കേട്ടോ. ഇനി വരുന്ന വീഡിയോസിലൊക്കെ പറയാം. ഇപ്പോഴേ പറഞ്ഞാൽ എൻ്റെ ഒരു ത്രില്ല് കളയുന്നില്ല. അപ്പോൾ ചായ കുടിച്ചിരുന്ന സമയത്ത് തന്നെ എബിയും വന്നു. പിന്നെ അവനും ചായ കുടിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. എബിയുടെ എന്തോ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നിന്നു. എബി ഇതാ ചായയൊക്കെ എടുത്തു പോയി. കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് തന്നെ ചേട്ടനും ജോലിക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും പോയതിന് ശേഷം പിന്നെ എബിയാണ് ഇപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിടുന്നത് കേട്ടോ. കാരണം എനിക്ക് ഒരുപാട് നേരം നിന്ന് ഇത് തൂക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ അകത്തൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ അടിച്ച് വാരിയൊക്കെ ഇടാറുണ്ട്. മുറ്റമൊക്കെ എബി ആയിരിക്കും മിക്ക ദിവസം. അപ്പോൾ ഇന്ന് പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എബിയാണ് കടയിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ ബീൻസ് ആയിരുന്നു കേട്ടോ അവൻ വാങ്ങിക്കൊണ്ട് വന്നത്. അവൻ കടയിൽ പോയ ആ നേരം കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനും ദോശ കഴിക്കാമല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ ചേട്ടന് ആക്കി വെക്കുന്നുണ്ട്. ചേട്ടൻ 10 മണിയാകുമ്പോൾ കഴിക്കാൻ വരും. അതുകൊണ്ട് തന്നെ ചേട്ടനും കൂടെ ആക്കിയാണ് വെച്ചിരുന്നത്. 3 അടുപ്പിലായിട്ട് വെച്ചു. ഒരു ഇൻഡക്ഷനിലും വെച്ചു, 2 ഗ്യാസ് അടുപ്പിലുമായിട്ട്
ദോശ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ആകുമ്പോഴത്തേന് ഞങ്ങൾക്ക് 3 പേർക്കും ആവും കേട്ടോ. അപ്പോൾ കടലയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള കറിയും ആയിട്ടുണ്ട്, ദോശയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ കഴിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. എബി സ്കൂളിൽ പോയി. പിന്നെ എന്തോ വീഡിയോസൊക്കെ കണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് ചേട്ടൻ വന്നതിന് ശേഷം രാവിലത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം എന്നെ താഴെ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് സ്നേഹ വരുന്നുണ്ട്. ഞങ്ങളിന്ന് ബാങ്കിൽ ഞങ്ങളുടെ ലോണും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. ഞാനും ബീനയും സ്നേഹയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടനെ താഴെ ഞങ്ങളുടെ റോഡിൻ്റെ താഴെയായിട്ട് കൊണ്ടാക്കി തന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ ബാങ്കിൽ പോയിട്ട് ഉച്ചയ്ക്കും വരാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമല്ലോ, ആ സമയത്ത് അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് കുറച്ച് ക്യാഷ് നമ്മൾ അവിടെ കൊടുക്കണം. അപ്പോൾ അവർ നമുക്ക് ഇതേപോലത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഇതൊന്നും പൊളിച്ച് നോക്കിയില്ല, അതുപോലെ കൊണ്ട് വെച്ചു. പിന്നീട് ഞങ്ങൾക്ക് തനിമയ്ക്ക് വേണ്ടി കുറച്ച് പച്ചരിയൊക്കെ പൊടിക്കാനുണ്ടായിരുന്നു. അത് പൊടിക്കാനൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ പിന്നെ അവിടെ നിന്നും പിന്നെ എന്നെ വിളിക്കാനായിട്ട് സ്നേഹ വന്നു കേട്ടോ. ചേട്ടനാണ് എന്നെ താഴെ കൊണ്ടാക്കിയത്. അപ്പോൾ ഇച്ചിരി ലേറ്റാവും എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ വിളിക്കാൻ വന്നു. പിന്നെ അവർക്കുള്ള ഈ ഗിഫ്റ്റ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് വന്നത്. അപ്പോൾ അതെടുക്കാനായിട്ട് ഞങ്ങൾ പോയി. എല്ലാവർക്കും ബൈ.